ഈ വൈവിധ്യം നമ്മുടെ പ്ലാന്റ് ബ്രീഡിങ്ങിന് ഉപയോഗപ്പെടുത്താൻ കഴിയണം. കാരണം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃഷിയിൽ നിന്നുമാണ് ആളുകൾ മാറിപ്പോകുന്നത്. കൃഷി എന്ന് പറയുന്ന തൊഴിലിൽ നിന്നും ഒരു രാജ്യം ഉയരുമ്പോൾ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മാറുമ്പോൾ, ആ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായി വളരാനുള്ള ഒരു ത്രഷ്ഹോൾഡിലാണ്. പ്രധാനമന്ത്രി പറയാറുണ്ട് 2047 വരെയുള്ള കാലം അമൃതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർഷങ്ങൾ, ആ നല്ല വർഷങ്ങളിൽ സമ്പത്ത് വരണം. സമ്പത്ത് വന്നെങ്കിൽ മാത്രമേ രാജ്യം, കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ 2047 ആകുമ്പോൾ ഈ പറയുന്ന ഇന്നത്തെ 140 കോടിയിൽ നിന്ന് 150 കോടിയിലേക്ക് വരും. അഡീഷണൽ 10 കോടി ജനം കൂടെ വരികയാണ്. പക്ഷേ നമുക്ക് കൃഷിയിടം കുറഞ്ഞു വരികയാണ്. കൃഷിയിലേക്ക് വരുന്നവർ കുറവാണ്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ ഉൽപ്പാദനം, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികൾ, ഇവിടുത്തെ സബ്ജക്റ്റിൻ്റെ ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ, പോഷക സുരക്ഷ ഇല്ലായ്മ, അപ്പോൾ ഇതിനെയൊക്കെ, ഈ തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വിത്തിനങ്ങൾ ആവശ്യമുണ്ട്. അതിന് യാതൊരു സംശയം വേണ്ട. ആ പുതിയ വിത്തിനങ്ങൾ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പഴയ വിത്തിനങ്ങൾ ആവശ്യം. കാരണം ഒരു പുതിയ വിത്തിനത്തിൻ്റെ പെഡിഗ്രി, അതിന് കൊടുക്കുന്ന അതിൻ്റെ മാതൃ ജനിതക വൈവിധ്യം, ഇത് ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 1,00,000 നെൽവിത്തനങ്ങളുടെയും ജനിതക നന്മ അല്ലെങ്കിൽ ആ ജനിതക ബെനിഫിറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്തി ഒരു വിത്തുണ്ടാക്കാം. പണ്ടത് ഡിഫിക്കൽട്ടാണ്, ക്രോസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. എത്ര പേരൻസിനെ ക്രോസ് ചെയ്യും? ഇന്ന് ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ വെളിച്ചത്തിൽ ഈ ജീൻസ് നമുക്ക് എടുക്കാം, ജനറ്റിക് എഞ്ചിനീയറിങ് കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് ഇൻ ദ സെൻസ് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ അങ്ങനെയുള്ള ജനറ്റിക് ഡൈവേഴ്സിറ്റി നമുക്ക് ഉപയോഗപ്പെടുത്തി നമ്മുടെ കൃഷിയെ ശക്തിപ്പെടുത്താം. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അതല്ലായിരുന്നു. കർഷകൻ ആദ്യം കൃഷിക്കാരനാണ്, രണ്ടാമത് കർഷകൻ സംരക്ഷകനാണ്, വിത്തുകളുടെ സംരക്ഷകൻ. ഫാർമർ, സ്വാമിനാഥൻ വിളിച്ചത് ഫാർമർ ആസ് എ കൾട്ടിവേറ്റർ ഫസ്റ്റ്, ഫാർമർ ആസ് എ കൺസർവർ ആൻഡ് ഫാർമർ ആസ് എ ബ്രീഡർ. അയാൾക്ക് ബ്രീഡ് ചെയ്യും, അയാൾ പുതിയ വിത്തനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വിത്തിനങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് കർഷകർക്കുണ്ട്, വയനാട്ടിലുണ്ട്. അത് നെല്ലിൽ മാത്രമല്ല, നമ്മുടെ കുരുമുളകിലും ഒക്കെ ധാരാളം വൈവിധ്യം ഉണ്ടാക്കിയ കർഷകർ. അപ്പോൾ ആദ്യത്തെ അവകാശം അതാണ്, വിത്തുകളെ സംരക്ഷിക്കുവാനുള്ള അവകാശം, വിത്തുകളെ കൃഷി ചെയ്യാനുള്ള അവകാശം, വിത്തുകളെ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം, വിത്തുകളെ വിൽക്കാനുള്ള അവകാശം. അതാണ് ആദ്യത്തെ അവകാശം. അപ്പോൾ മോഡേൺ അറിവ് മോശമെന്നല്ല ഞാൻ പറയുന്നത്. മോഡേൺ അറിവെന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂ ആണ്, അറിവ് ഇവോൾവ് ചെയ്യണം. പക്ഷെ അതിൻ്റെ അർത്ഥം പഴയ അറിവ് മോശമെന്നല്ല. പഴയ അറിവിൻ്റെ ആ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, ഇതിനെ വേൾഡ് വൈഡ് നൗ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷണൽ നോളജ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷണൽ ഇന്നോവേഷൻസ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷണൽ പ്രാക്ടീസസ്. അപ്പോൾ ഈ ട്രഡീഷണൽ നോളജിനെ എങ്ങനെ മോഡേൺ നോളജുമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും? അവിടെ കർഷകനപ്പോൾ അവകാശമുണ്ട്. എൻ്റെ അറിവ് എൻ്റെ ബൗദ്ധിക സ്വത്തവകാശമാണ്. എൻ്റെ അറിവ് യുണീക്കാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൻ്റെ അറിവ് എൻ്റെ സമൂഹത്തിൻ്റെ സ്വത്തവകാശമാണ്.